രസകരമായ ലവ് സ്റ്റോറി പറയുന്നൊരു സബ്ജക്റ്റാണ്. അതിനിടയിൽ ചെറിയ നർമ്മമുഹൂർത്തങ്ങളും വരും. ആ നർമ്മമുഹൂർത്തത്തിൽ പെട്ടതാണ് ഈ ബീഫ് ബിരിയാണി കഴിക്കലും, ഗണപതി വട്ടം എന്ന് പറയലും, പ്രണാമം എന്ന് പറയലൊക്കെ. അതൊരു വിശ്വാസത്തിനെതിരായിട്ട് ഒരു വിശ്വാസത്തിന് നമ്മൾ കരിവാരി തേച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഒരു മതത്തിനെതിരോ ഒന്നുമല്ല നമ്മൾ ഇത് ചെയ്തിട്ടുള്ളത്. വളരെ രസകരമായിട്ടുള്ളൊരു ലവ് സ്റ്റോറിയും നല്ല വളർന്നു വരുന്ന തലമുറയ്ക്ക് നല്ലൊരു മെസ്സേജ് കൊടുക്കുന്ന ഒരു സിനിമയും കൂടിയാണ്. ഫസ്റ്റ് നമ്മൾ സെപ്റ്റംബർ ഫസ്റ്റ് വീക്ക് നമ്മൾ തിരുവനന്തപുരത്ത് ഇതിന് സെൻസറിന് കൊടുത്തു. അവരധികം കട്ടെന്ന് പറഞ്ഞാൽ 3 മ്യൂട്ടും കാര്യങ്ങളും ഈ ഗണപതി വട്ടം അല്ല സംഘം കാവുണ്ട്, അത് മ്യൂട്ട് ചെയ്യാൻ പറഞ്ഞു. പിന്നൊരു മതത്തിൻ്റെ കാര്യം പറഞ്ഞു, അത് മ്യൂട്ട് ചെയ്യാൻ പറഞ്ഞു. ഓക്കെ. പിന്നെ പറഞ്ഞു അവർ ആ സമയത്ത് പറഞ്ഞു ഞങ്ങൾ റാപ്പ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഷൈൻ തന്നെ പാടിയ, ഷൈൻ തന്നെ അഭിനയിച്ച വളരെ ഭംഗിയായിട്ടുള്ള രസകരമായിട്ടുള്ള റാപ്പ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ആ റാപ്പിൻ്റെ വരികൾ മറ്റേ ഭരണത്തിനെതിരെയാണ്, അത് പറ്റില്ല, വരികൾ മാറ്റണമെന്ന് ആദ്യം തിരുവനന്തപുരത്ത് പറഞ്ഞു. പക്ഷെ നമുക്ക് വെറുതെയാണ് പറഞ്ഞത്, നമുക്കിപ്പോൾ ഡോക്യുമെൻറ്റ്സ് ഒന്നും തന്നില്ല. അപ്പോൾ നമ്മളതിനെല്ലാം തയ്യാറെടുപ്പെടുത്തു, മാറ്റാം, എന്നാലും സിനിമ ഇറങ്ങട്ടെ വിചാരിച്ചു. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, അത് മാറ്റാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിയിട്ട് ഇരിക്കുമ്പോഴാണ് പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ട് ഈ റിവേഴ്സിംഗ് കമ്മിറ്റിക്ക് സബ്ജക്റ്റ് അയച്ചു എന്ന് പറയുന്നത്. അപ്പോൾ റിവേഴ്സിംഗ് കമ്മിറ്റിക്ക് സബ്ജക്റ്റ് അയച്ചപ്പോൾ അവിടെ എത്തി ഞങ്ങൾ കഴിഞ്ഞതിന് മുൻപത്തെ ആഴ്ച മുംബൈയിൽ പോയിട്ട് റിവ്യൂ കൊടുത്തു. അവിടെ നിന്നാണ് പറഞ്ഞത് ഇത് ഇത്രയും കട്ടുകളുണ്ട്, ഈ കട്ട് ചെയ്താൽ പോലും ഇത് സർട്ടിഫിക്കറ്റ് ഇതിന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതിന് നമ്മൾ സിനിമയിൽ ഒരു ബ്രൂട്ടാലിറ്റിയോ ഒരു വൃത്തികെട്ട വാക്കുകളോ അശ്ലീല പ്രയോഗങ്ങളോ ഒരു മറ്റേ വയലൻസോ ന്യൂഡിറ്റിയോ ഒന്നുമില്ല, ഒരു സംഭവം പോലും ഇല്ല. ഒരു വാളോ ഒരു കത്തിയോ ഒരു പേരക്കത്തി പോലും എടുക്കുന്ന ഒരു രംഗമില്ല. എന്നിട്ടും നമ്മളെ പടത്തിന് എന്തുകൊണ്ട് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ആരോ ഇതിലത്തെ മെസ്സേജിനെ ഭയക്കുന്നുണ്ട്. ഇതിൽ മെസ്സേജ് പറയുന്നുണ്ട്, പടം കണ്ടാൽ അവർക്ക് മനസ്സിലാവും. ആ മെസ്സേജിനെ ഭയപ്പെടുന്നതുകൊണ്ട് ഇത് വളർന്നു വരുന്ന തലമുറ കാണാൻ പാടില്ല. ഈ വളർന്നു വരുന്ന തലമുറയിൽ ഇന്ത്യയിലോ കേരളത്തിലുള്ള പിള്ളേർ സ്വതന്ത്രമായി ചിന്തിക്കാൻ പാടില്ല. അങ്ങനത്തെ ഒരു കാഴ്ചപ്പാടൊക്കെ ആയിരിക്കാം ഇതിനെ ജനങ്ങളിലോട്ട് എത്താതിരിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം ഞങ്ങൾക്ക് ഇപ്പോഴെങ്കിലും ഈ സർട്ടിഫിക്കറ്റ് കിട്ടി ഞങ്ങൾ കോടതിയിൽ ലേറ്റായതിന് റിട്ട് പെറ്റീഷൻ കൊടുത്തിട്ടാണ്. അതിനുശേഷം ഇപ്പോൾ ബഹുമാനപ്പെട്ട കോടതിന് മുന്നിൽ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് കോടതിക്ക് ആർക്കും വന്ന് കാണാം, ജസ്റ്റിസ് വന്ന് കണ്ട് ബഹുമാനപ്പെട്ട ജസ്റ്റിസ് കാണട്ടെ, അല്ലെങ്കിൽ അഡ്വക്കേറ്റ് കമ്മീഷൻ വെച്ചിട്ട് അവർ കാണട്ടെ. നമ്മൾ രാഷ്ട്രത്തിനോ മതത്തിനോ ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥക്കോ ഇവിടുത്തെ ഒരു ആൾക്ക് ഒരു കരിവാരി തേക്കുന്നതായിട്ടോ അല്ലെങ്കിൽ ഒരു വിഭാഗത്തിനെ മോശപ്പെടുത്തുന്നതായിട്ടോ അല്ലെങ്കിൽ വളർന്നു വരുന്ന കുട്ടികൾ ഇത് കാണണ്ട എന്നുള്ളൊരു മെസ്സേജാണ് ഞങ്ങൾ കൊടുക്കുന്നതെങ്കിൽ ഇത് കാണണ്ട, ഞങ്ങൾ തന്നെ തയ്യാറാണ്. പക്ഷെ അത് ബുദ്ധിയും വിവേകവുമുള്ള അല്ലെങ്കിൽ നീതിന്യായ വ്യവസ്ഥയിൽ ആരെങ്കിലും കണ്ടിട്ട് തീരുമാനം എടുക്കട്ടെ, അതിൻ്റെ ഒരു ഇതായിട്ടാണ് ഞങ്ങൾ കോടതി കൊടുത്തിട്ടുണ്ട്. സംഘപരിവാറിന്റെ ഇടപെടലാണ് അത്തരത്തിലൊരു. അത് ആരെ ഇടപെട്ടെന്ന് കോടതി കണ്ടെത്തട്ടെ. പറയാൻ സ്ഥലം കോടതിയിൽ എന്തൊക്കെയാണ് ആവശ്യപ്പെട്ടുള്ളത്? കോടതിയിൽ ഞങ്ങൾ ഇതിലെ ആവശ്യം പറഞ്ഞാൽ വളരെ അതാണ് ഇനി എനിക്ക് ഈ സിനിമ ഇറങ്ങിക്കഴിഞ്ഞാലും ഈ കേസുമായി മുന്നോട്ട് പോകും. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഒരു പൂർണ്ണമായിട്ട് ഷൂട്ട് ചെയ്തൊരു സിനിമയല്ല സെൻസർ ചെയ്യേണ്ടത്. സെൻസർ ചെയ്യേണ്ടത് ആശയമാണ്, സ്ക്രിപ്റ്റാണ്. ആ സ്ക്രിപ്റ്റ് കൊടുത്തിട്ട് ഓതറൈസ്ഡ് സെൻസർ ബോർഡ് അങ്ങനത്തെ നിയമം കൊണ്ടുവരട്ടെ. സ്ക്രിപ്റ്റ് സെൻസർ, ഈ സ്ക്രിപ്റ്റ് കേരളത്തിൽ കാണിക്കാൻ പാടില്ല. ഓക്കെ, ആ സ്ക്രിപ്റ്റ് മാറ്റി വെക്കാം. ഇത് നമ്മൾ വീട് പലിശക്ക് എടുത്തിട്ടും ഇൻട്രസ്റ്റിന് എടുത്തിട്ടും കടം വാങ്ങിയിട്ടും ബാങ്ക് വായ്പ എടുത്തിട്ടും ഒരു സിനിമ പൂർണ്ണമായിട്ട് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു. ആ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അത് നമ്മളൊരു സെൻസറിന് നോക്കുമ്പോൾ ഒരു ബന്ധമില്ലാത്തൊരു അവിടെ കട്ട് ഇവിടെ കട്ട്, വളരെ സിമ്പിളായിട്ടുള്ള സംഭവം. ഇത് വളരെ തമാശപൂർവ്വം പറയുമ്പോൾ അസൂയപരമായിട്ട് പോലും ഇത് കട്ട് ചെയ്യാം. മനസ്സിലായി? അപ്പോൾ ആ ഒരു സിസ്റ്റം വേണ്ട. നമ്മൾ പുറം രാജ്യത്ത് ഇപ്പോൾ ദുബൈയിലൊരു പടം ഷൂട്ട് ചെയ്യണമെങ്കിൽ സ്ക്രിപ്റ്റ് ആദ്യം കൊടുക്കണം. അവർ ആ സ്ക്രിപ്റ്റ് പറയും സ്ക്രിപ്റ്റ് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, പരിപാടി കഴിഞ്ഞ് നമുക്കൊരു ചായ പിടിച്ച് പിരിയാം, പ്രൊഡ്യൂസർക്കും ഡയറക്ടർക്കും സ്ക്രിപ്റ്റ് റൈറ്റർക്കും അടുത്ത പരിപാടിയായിട്ട് പോകാം. അതല്ല, ഈ സീൻ മാറ്റണം. ഓക്കെ, അടുത്ത സീൻ 3 പേരും കൂടി ആലോചിച്ച സീൻ എഴുതിയാൽ മതി, വേറെ ചിലവില്ല. ഇത് നമ്മൾ 2.5 മണിക്കൂറിൻ്റെ 2 മണിക്കൂറിൻ്റെ പടം യോജിപ്പിച്ച് വളരെ കണ്ടിന്യൂറ്റി പരമായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ആൾ കാറിലിരിക്കുന്ന ആൾ ഓഫീസിൽ കറക്റ്റ് കണ്ടിന്യൂറ്റി പരമായിട്ട് പോകുന്നു. അതിൽ കാറിൽ വന്ന ഭാഗത്തിൽ സൈഡിൽ കൂടെ ഒരു ഓറഞ്ച് വണ്ടി പോയിട്ടുണ്ട്. ആ യാത്ര കണ്ട് കട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഈ പടം ഇറങ്ങിക്കഴിയുമ്പോൾ നിരൂപകർ ഇപ്പോൾ ബഹുമാനപ്പെട്ട ഇവിടുത്തെ മൂവി റിവ്യൂ ചെയ്ത് പറയും ഇവരൊക്കെ ഡയറക്ടറാണോ, ഇവർ പണി അറിയാൻ പാടും, എവിടുന്നോ ആൾ വന്നു എവിടുന്നോ പോയി, അവൻ ഡയറക്ടറായിരുന്നു, അവൻ നന്നായി പണിയെടുത്തിട്ടുണ്ട്, അവൻ ചെയ്തു വെച്ചത് ആരോ കട്ട് ചെയ്തു. അതാണ് സംഭവം. നമുക്ക് വന്നത് ഇനി നാളെ ഒരു സിനിമക്ക് വരാതിരിക്കും. സ്ക്രിപ്റ്റ് സെൻസർ അതിൻ്റെ മറ്റേ ബഹുമാനപ്പെട്ട നീതിന്യായ വ്യവസ്ഥ തന്നെ അല്ലെങ്കിൽ ഭരണകൂടം എന്ത് ചെയ്യണം, നമ്മൾ ഫോട്ടോഗ്രാഫി ആക്ട് അമെൻമെൻറ്റ് ഭേദഗതി വരുത്തിയിട്ട് സ്ക്രിപ്റ്റ് ഇവിടെ ആർക്കും എന്ത് പറയണമെങ്കിലും
ആ സ്ക്രിപ്റ്റ് വെച്ചോട്ടെ. നമുക്ക് പറയാൻ പറ്റാത്തവരത് പറയില്ലല്ലോ. ഹോൺ അടിക്കാൻ പറ്റാത്ത റോഡിൽ ഹോൺ അടിക്കണ്ട. മുന്നേ വണ്ടി പ്രവേശിക്കുന്നിടത്ത് എഴുതിയിട്ടുണ്ടാവും ഹോൺ, നോ ഹോൺ. ആരും ഹോൺ അടിക്കുമോ? അപ്പം അങ്ങനത്തെ ഒരു സിസ്റ്റമാണ് നമുക്ക് വന്നു കിട്ടേണ്ടത്. സ്വന്തമായിട്ട് സിനിമ എടുക്കാനുള്ള ഒരു അവസരമില്ല. അവസരം ഒരിക്കലുമില്ല. ഇനിയിപ്പോൾ ഞാൻ പറയട്ടെ, ഒരു വിഭാഗം ഇപ്പോൾ നമ്മൾ 3 വർഷത്തെ സിനിമ ഷൂട്ടാ വിചാരിച്ചു. 3 വർഷം നീണ്ടെടുക്കുന്ന സിനിമകളൊക്കെ ഉണ്ട്. ചെയ്യാൻ പറ്റില്ല. 1.5 വർഷം കൊണ്ട് ഭരണന്മാരെ മറ്റേ ഭരണം അവർക്കാവും എതിര്. അപ്പോൾ അതും എടുക്കാൻ പറ്റില്ല, ഒരിക്കലും എടുക്കാൻ പറ്റില്ല. സിനിമ ഇപ്പോൾ തമിഴ്നാട്ടിൽ വെട്രിമാരനെ തോന്നുന്നു കഴിഞ്ഞ ഒരു ബിഫോർ മന്ത് അവരുടെ പ്രൊഡക്ഷൻ ഹൗസ് ക്ലോസ് ചെയ്തു. അവർ പറഞ്ഞ് ഇവിടെ സ്വതന്ത്രമായി സിനിമ എടുക്കാൻ പറ്റുന്ന കാലത്ത് ഞാൻ തുടങ്ങിക്കോളാം. ഇപ്പോൾ സെൻസർ ബോർഡ് കാരണം ഞാൻ ക്ലോസ് ചെയ്യുന്നു അവർ. ഒന്നും പറയാൻ പറ്റില്ല, രാഷ്ട്രീയം പറയാൻ പറ്റില്ല, ചിരിക്കാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനുള്ള ഒരു കടന്നുകയറ്റമാണ്. 100% നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോകുന്ന ബഹുമാനപ്പെട്ട കോടതിയോ ജസ്റ്റിസോ കമ്മീഷനോ കണ്ടിട്ട് ഞങ്ങൾ സിനിമയ്ക്ക് നീതി, ഞങ്ങളെ സിനിമയ്ക്ക് മാത്രമല്ല ഇനി സിനിമ എടുക്കാൻ പോകുന്നവർക്ക്, അല്ലെങ്കിൽ അതിന് തീരുമാനം എടുക്കണം. ഇന്ന ഫുഡ് കാണിക്കാൻ പറ്റില്ല, ഇന്ന കളർ കാണിക്കാൻ പറ്റില്ല, ഇന്ന വാക്കുകൾ എഴുതി വെക്കട്ടെ. നമ്മൾ ഫ്ലൈറ്റിൽ കയറുമ്പോൾ ഉണ്ടാവും ഇന്ന സംഭവങ്ങൾ കൊണ്ടുപോകാൻ പാടില്ല. അതുപോലെ തന്നെ ഒരു ലിസ്റ്റ് ഇങ്ങോട്ട് തരട്ടെ, അതിനനുസരിച്ച് സിനിമ എടുത്താൽ മതിയല്ലോ. പറ്റുന്നവരെ എടുക്കട്ടെ. ഈ പാവപ്പെട്ടവർ സിനിമ ഉണ്ടാക്കി വന്നിട്ട് അത് വെട്ടിക്കൂട്ടാൻ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. സൈനികത്തെ ടാർഗറ്റ് ചെയ്യുന്ന ആളുകൾ അങ്ങനെ ഉണ്ടാവും. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പടം നന്നായി ഓടിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഈ സിനിമയിൽ 3 പാട്ടുകളും പാടിയിട്ടുണ്ട്. ഒരു നിലപാട് പറഞ്ഞ റാപ്പ് ഇറങ്ങിയിട്ടുണ്ട്. അദ്ദേഹത്തിന് മാത്രം പ്രശ്നങ്ങളല്ല, അദ്ദേഹത്തിനെതിരെ മാത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതും ഉണ്ടായിരിക്കും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പോസ്റ്റർ കയറുന്നു പറഞ്ഞ ഒരു പ്രശ്നം വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അടുത്ത്. എല്ലാം എല്ലാത്തിൻ്റെ ഭാഗം നമ്മളിലേക്ക് എത്തിയെന്ന് മാത്രം. പല നിലപാടുകളും തുറന്നു പറഞ്ഞതിൻ്റെ ഭാഗമായിട്ടുള്ളത് അങ്ങനെ ഉണ്ടാവും. അതിനേക്കാൾ മുന്നേ ഇത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു സെൻസറിൻ്റെ ഇഷ്യൂസ്. പക്ഷേ ഷൈൻ നിഗത്തിനെതിരെയും അറ്റാക്കുണ്ട്. 100% എല്ലാവർക്കും അറിയാവുന്ന വിഷയങ്ങളാണ്. പക്ഷെ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇതെന്ന് ഞാൻ പറയുന്നില്ല. ഇത് ഈ സബ്ജക്റ്റിൻ്റെ, ഈ മെസ്സേജിൻ്റെ, ഇതിൻ്റെ ഉള്ളടക്കത്തിൻ്റെ ഭാഗമായിട്ടുള്ള സംഭവം.